ഹായ് ചിൽഡ്രൻ, നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനം എന്ന ഭാഗമാണ്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടല്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിലല്ല പോകുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും വേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയും പറ്റുകയാണെങ്കിൽ ഈ ക്ലാസ് കേട്ടതിന് ശേഷം രണ്ടാമതൊന്നുകൂടി കണ്ട് റണ്ണിങ് നോട്ട്സ് എടുക്കുക, ലെക്ചർ നോട്ട്സ് എടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടേതായ നോട്ട്സ് എഴുതാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പോകുന്നില്ല, കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പല കോൺസെപ്റ്റും മിസ്സായി പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം. അറ്റോമിക് നമ്പർ അല്ല അറ്റോമിക് മാസ് എന്നുള്ളത് ആദ്യം മനസ്സിൽ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓക്സിജന്റെ ആറ്റോമിക് മാസ് പറയുമ്പോൾ 8 എന്ന ആറ്റോമിക് നമ്പർ അല്ല മനസ്സിലേക്ക് വരേണ്ടത്, 16 എന്ന ആറ്റോമിക് മാസ് ആണ്. അതായത് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണമാണ്, ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം കൂട്ടിയതാണ് എന്ന് ഓർമ്മ വേണം. പല കുട്ടികൾക്കും തെറ്റാറുള്ള ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ്. ആറ്റോമിക് മാസിന് പകരം ആറ്റോമിക് നമ്പർ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇനി മുതൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ആറ്റോമിക് നമ്പർ ആവശ്യമില്ല. ഫസ്റ്റ് ചാപ്റ്ററിലാണ് ആറ്റോമിക് നമ്പറും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസവും കാര്യങ്ങളൊക്കെ അല്ലേ, സബ്സ്റ്റൻഷ്യൽ ഇലക്ട്രോണിക്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആറ്റോമിക് മാസ് ആണ്. അപ്പോൾ ഓക്സിജൻ ആറ്റോം മാസ് 16, ഹീലിയത്തിന്റെ ആറ്റോം മാസ് 4, സോഡിയം 11 ആറ്റോമിക് നമ്പർ, പക്ഷെ അതിന്റെ 23 ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 1. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പറും 1, ആറ്റോമിക് മാസും 1. ക്ലിയർ ആണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് മോൾ കോൺസെപ്റ്റിലേക്ക് വരാം. ലിസൺ ഹിയർ. നിങ്ങൾ ആലോചിക്കുക, ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ആറ്റം. ഓക്സിജൻ എന്ന ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. ശരിയല്ലേ? ഒരു ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 അല്ലേ? ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണ്? 16 ആണോ? അതാണ് എഴുതിക്കുന്നത്. ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16 ഗ്രാം അല്ലേ? പക്ഷെ എൻ്റെ ചോദ്യം, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16 ഗ്രാം ആണോ? ഒരിക്കലുമല്ല. കാരണം നമുക്കറിയാം, ഈ നമ്മുടെ ശരീരത്തിൽ ഒരു കോശത്തിനകത്ത്, ഒരു കുഞ്ഞു കോശത്തിനകത്ത് ഇത്രയും ഭാഗത്ത് കോടിക്കണക്കിന് കോശങ്ങളുണ്ടാവും. ആ കോശത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? ഒരു തുള്ളി വെള്ളത്തിൽ കോടിക്കണക്കിന് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, കോടിക്കണക്കിന്. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണ് എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും ചെറുതാണ്. ശരിയല്ലേ? ആ ഓക്സിജൻ ആറ്റത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 16 ഗ്രാം ഉണ്ടോ? ഒരിക്കലുമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരിക്കലുമില്ല. പക്ഷേ ഓക്സിജൻ ആറ്റത്തിന്റെ മാസം എത്രയാണ്? 16 ആണ്. കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുക. ഓക്സിജൻ ആറ്റത്തിന്റെ മാസം എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. പക്ഷേ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസം 16 ഗ്രാം അല്ല. കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയട്ടെ. അരിയുടെ വില എന്താ? അരിയുടെ വില എന്താ? 40 രൂപ, 42 രൂപ എന്നൊക്കെ പറയും. 40 രൂപ എന്ന് വെച്ചോളൂ. അരിയുടെ വില എന്താണ്? 40 രൂപ. ഒരു അരിയുടെ വില എന്താ? 40 രൂപയാണോ? അല്ല. പക്ഷെ അരിയുടെ വില എന്താണ്? 40 രൂപ. ഒരു അരിയുടെ വില അല്ലല്ലോ. പിന്നെ എത്ര അരിയുടെ വിലയാണ്? ഒരുപാട് അരിയുടെ വില. 1 കിലോഗ്രാം അരിയുടെ വില അല്ലേ? പരിപ്പിന്റെ വില, പയറിന്റെ വില, മത്തങ്ങയുടെ വില, പച്ചക്കറിയുടെ വില ഒക്കെ നമ്മൾ 1 കിലോഗ്രാമിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു അളവ് വേണം അല്ലേ? എന്ത് സാധനവും അളക്കാൻ ഒരു അളവ് വേണം. ആ അളവാണ് നിങ്ങളുടെ കിലോഗ്രാം എങ്കിൽ ഇവിടെ ആറ്റങ്ങളെ അളക്കുന്നത് മോൾ എന്ന് പറയുന്ന ഒരു അളവിലാണ്. മോൾ, ഒരു മോൾ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓക്സിജനും ഹൈഡ്രജനും ഹീലിയവും എല്ലാം നമ്മൾ അതിന്റെ മാസ് 16 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസാണോ? അരിയുടെ വില 40 രൂപയാണെങ്കിൽ ഒരു അരിയുടെ വിലയാണോ? 1 കിലോഗ്രാം അരിയുടെ വിലയാണ്. ശരിയല്ലേ? അതേപോലെ ഓക്സിജന്റെ മാസ് 16 ഗ്രാം ആണെങ്കിൽ എത്ര ഓക്സിജന്റെ മാസാണ് 16 ഗ്രാം? നിങ്ങൾ പറയൂ. അത് 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസാണ്. ശരിയല്ലേ?
ഒരു മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസാണ് 16 ഗ്രാം. ഓക്കെ ആണോ? അപ്പൊ ഒരു മോൾ എന്നാൽ എത്രയാണ്? അപ്പോ നമ്മൾ പറഞ്ഞു മോൾ എന്ന് പറയുന്നത് ഒരു അളവാണ് എന്ന് പറഞ്ഞു. നമ്മൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അരി, പഞ്ചസാര, പരിപ്പൊക്കെ അളക്കുന്നത് കിലോഗ്രാമിലാണെങ്കിൽ നമ്മളുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന എലമെന്റ്സ് എല്ലാം അളക്കുന്ന അളവാണ് ഒരു മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ? മലയാളത്തിൽ ഇതിനെ ഒരു മോൾ എന്ന് എഴുതുന്നു. ക്ലിയർ? ഇങ്ങനെ അപ്പൊ ഓക്സിജന്റെ മാസ് 16 ഗ്രാം ആണെന്ന് പറഞ്ഞാൽ അത് എത്ര ഓക്സിജന്റെ ആണ്? ഒരു ഓക്സിജന്റെ ആണോ അല്ലെങ്കിൽ ഒരു മോൾ ഓക്സിജന്റെ ആണോ? അരിയുടെ വില 40 രൂപ, 1 കിലോഗ്രാം അരിയുടെ വിലയാണെങ്കിൽ ഓക്സിജന്റെ ഭാരം 16 ഗ്രാം എന്ന് പറയുന്നത് ഒരു മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ മാസാണ് 16 ഗ്രാം. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ കടയിൽ അരിയുണ്ട്, പരിപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, ഇതിനൊക്കെ വില വ്യത്യാസമല്ലേ? അരിയുടെ വില 40 ആണെങ്കിൽ പരിപ്പിന്റെ വില 80 ആണെങ്കിൽ പഞ്ചസാരയുടെ വില ചിലപ്പോൾ 45 ആണെങ്കിൽ അതേപോലെ ഓരോ ആറ്റത്തിന്റെയും മാസ് സെയിം ആയിരിക്കോ വ്യത്യാസമായിരിക്കോ? വ്യത്യാസമായിരിക്കും. ഹൈഡ്രജന്റെ വില 1 ഗ്രാം, ഹീലിയത്തിന്റെ വില 4 ഗ്രാം, സോറി വിലയല്ല മാസ്. നൈട്രജന്റെ മാസ് 14 ഗ്രാം. ഇങ്ങനെയൊക്കെ തന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആറ്റോമിക് നമ്പറിന്റെ ഒപ്പം ആറ്റോമിക് മാസും കൂടി കൊടുത്തിട്ടുണ്ടാവും. ആ എല്ലാ മാസും ഓക്സിജന്റെ മാസ് 16 ഗ്രാം, ഹൈഡ്രജന്റെ മാസ് 1 ഗ്രാമാണ്, കാർബണിന്റെ മാസ് 12 ഗ്രാം ആണ്. ഇങ്ങനെ ഒരുപാട് എല്ലാത്തിന്റെയും മാസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് നമ്മൾ വിവര പട്ടികയിൽ ഓരോ കിലോഗ്രാമിന്റെ വിലയല്ലേ എഴുതി വെക്കുന്നത്, പഞ്ചസാരന്റെ പരിപ്പിന്റെ ഒക്കെ വില. അതേപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതെല്ലാം ഒരു ആറ്റത്തിന്റെ ആണോ ഒരു മോൾ ആറ്റത്തിന്റെ ആണോ? ഒരു മോൾ ആറ്റത്തിന്റെ മാസ് ആണ് ഈ പറയുന്നതെല്ലാം. ക്ലിയർ ആണോ പറയുന്നത്? അപ്പോ ഇതിനെയാണ് അതിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മലയാളത്തില് ആറ്റോമിക മാസ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ആറ്റോമിക മാസ്? മൈ ക്വസ്റ്റ്യൻ ഈസ് എന്താണ് ആറ്റോമിക മാസ്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഡെഫിനിഷനിൽ പഠിക്കുക. വേറൊരാളുടെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞില്ലേ, ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒന്നിലും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആറ്റോമിക മാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മോൾ ആറ്റത്തിന്റെ മാസാണ് ആറ്റോമിക് മാസ്. ഇപ്പോൾ ഒരു സാധനത്തിന്റെ വില എന്ന് വെച്ചാൽ എന്താണ്? 1 കിലോഗ്രാം സാധനത്തിന്റെ വിലയാണ് അതിന്റെ വില. അപ്പോ ആറ്റോമിക മാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മോൾ ആറ്റത്തിന്റെ മാസാണ് ആറ്റോമിക മാസ് അല്ലേ? ഒരു മോൾ പറയും ഒരു മോൾ ആറ്റത്തിന്റെ മാസാണ് ആറ്റോമിക മാസ്. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അടുത്തത് വന്നില്ലേ? അപ്പൊ എന്താണ് മോളിക്യുലാർ മാസ്? മോളിക്യുലാർ മാസ് എന്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്. എന്താണ് മോളിക്യുലാർ മാസ്? എന്താണ് ആറ്റോമിക മാസ്? ഒരു മോൾ ആറ്റത്തിന്റെ മാസാണ് ആറ്റോമിക മാസ്. ഒരു മോൾ മോളിക്യൂളിന്റെ മാസാണ്. ഒരു മോൾ മോളിക്യൂളിന്റെ അഥവാ ഓക്സിജന്റെ മോളിക്യൂൾ എന്താണ്? O2 ആണ് അല്ലെ? ഇതൊരു മോളിക്യൂൾ ആണ്. മോളിക്യൂളിന്റെ മലയാളം എന്താണ്? തന്മാത്ര എന്ന് പറയും. എന്താണ് തന്മാത്ര എന്ന് ആദ്യം മനസ്സിലാക്കാം. നിങ്ങൾക്കൊക്കെ ഇത് പഠിച്ചാൽ മതി. എന്താണ് തന്മാത്ര? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ മക്കളെ? ഞങ്ങൾ വളരെ ഫ്രീ മൈൻഡിലിരിക്കുക, എന്നിട്ട് മനസ്സിലാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എന്താണ് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര? 2 ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ഒരു തന്മാത്ര അല്ലേ? 2 രണ്ടല്ല, 2ഓ അതിലധികമോ ഒക്കെ ആവാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ 2 ആറ്റം. ഇതൊരു ഓക്സിജൻ കൂടിച്ചേരുന്നു, അപ്പൊ ഒരു മോളിക്യൂളായി അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ കൂടിച്ചേർന്നു. ഹൈഡ്രജനും കൂടിച്ചേർന്നാൽ എന്തായി? H2 ഉണ്ടായി. H2 എന്താണ്? ആറ്റം ആണോ മോളിക്യൂൾ ആണോ? മോളിക്യൂൾ ആണ്, തന്മാത്രയാണ്. ഓക്സിജനും കൂടിച്ചേർന്നു. എന്തുണ്ടായി? O2 ഉണ്ടായി. O2 എന്ന് വെച്ചാൽ എന്താണ്? അത് തന്മാത്രയാണ്. ക്ലിയർ ആണോ? ഇതേപോലെ മറ്റു തന്മാത്രകൾ പറഞ്ഞു നോക്കി. N2, Cl2 ഇതൊക്കെ തന്മാത്രകളാണ്. H2O എന്താണ്? തന്മാത്രയാണോ ആറ്റം ആണോ? H2O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H ഉണ്ട് O ഉണ്ട്. അപ്പൊ എന്തായി? അതും ഒരു തന്മാത്രയാണ്.
ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ നമുക്കിനി അടുത്തത് എന്ത് കാണാൻ പഠിക്കാം? മോളിക്കുലാർ മാസ് കാണാൻ പഠിക്കാം. അപ്പോ 1 മോൾ O2ന്റെ എന്ത് മാസ്? ആറ്റോമിക് മാസ് ആണോ മോളിക്കുലാർ മാസ് ആണോ? O2 എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? പറഞ്ഞു നോക്കി, എത്രയായിരിക്കും? എടാ, ഒരു O ഉണ്ടെങ്കിൽ അതിന്റെ മാസ് 16 ആണെങ്കിൽ 2 O മാസ് എന്തായിരിക്കും? അത് 16 × 2 32 ഗ്രാം ആയിരിക്കും. ക്ലിയർ ആണോ? 32 ഗ്രാം. ഇത് ഓടെ മാസ്, ഇത് O2ന്റെ മാസ്. ഒരു മോൾ എന്ന് പറഞ്ഞ ഒരു അളവാണ്. ഒരു മോൾ O 16 ഗ്രാം, ഒരു മോൾ O2 32 ഗ്രാം. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. ഒരു മോൾ H2ന്റെ മാസ് എന്താണ്? പറയേ. ഒരു മോൾ Hന്റെ മാസ് എന്താ? 1. എത്ര ഉണ്ട്? 2. അപ്പൊ എത്രയായി? 2 ഗ്രാം ആയി. ഒരു മോൾ O2ന്റെ മാസ് എന്താണ്? സോറി, O2ന്റെ മാസ് എന്താണ്? ഓടെ മാസ് എന്താണ്? 16. O2ന്റെ മാസ് എന്താണ്? 16 × 2. അത്ര എളുപ്പമല്ലേ? 32 ഗ്രാം. ഓക്കെ. O3 എന്ന് വെച്ചാൽ ഓസോൺ എന്ന് കിട്ടുന്നു. ഓസോൺ പാളി O3 കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ O3 എന്ന് വെച്ചാൽ എന്താണ്? 16 × 2 ആണോ 3 ആണോ? 3. അപ്പൊ എത്രയായി? 48 ഗ്രാം. ഇത്ര ഉള്ളൂ മോളിക്കുലാർ മാസ് കൊണ്ടുണ്ടെങ്കിൽ. N2 ന്റെ മാസം എന്താണ്? 14 ഗ്രാം. N2 എന്ന് വെച്ചാൽ എന്താണ്? × 2 എന്ന് പറയുമ്പോൾ 28 ഗ്രാം. ഇത്ര ഉള്ളൂ. അടുത്തത് H2O എന്ന് വന്നൂടെ? ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മോളിക്കുലാർ മാസ് ഓഫ് H2O, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് H2O എന്ന് പറയും. H2O എന്ന് വെച്ചാൽ എന്താണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും എന്നറിയാത്ത ഏതെങ്കിലും പൊട്ടന്മാരും കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും അറിയാം. ഇത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. H2O എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 2 ഹൈഡ്രജന്റെ മാസ് എന്താണ്? 2 × 1. ശരിയല്ലേ? 1 ഓക്സിജന്റെ മാസ് എന്താണ്? 16 പ്ലസ് 16. പ്ലസ് അല്ലേ കൂട്ടേണ്ടത്? നമ്മളൊരു പാക്കറ്റ് മേടിച്ചു. അതിനകത്ത് 2 ജിലേബി ഉണ്ട്, 1 ലഡു ഉണ്ട്. 2 ജിലേബി ഉണ്ട്, 1 ലഡു ഉണ്ട്. ജിലേബിയുടെ പൈസ 1 രൂപയാന്ന് ഇരിക്കുക, ലഡുവിന്റെ പൈസ 16 രൂപയാന്ന് ഇരിക്കുക. അപ്പൊ ജിലേബിയുടെ പൈസ എത്രയായി? 2 × 1 2. ഇവിടെ ലഡുവിന്റെ പൈസ എത്രയാണ്? 16 രൂപ. 2 രൂപ ജിലേബിക്ക്, ലഡുവിന് 16 രൂപ. 2 കൂടി കൂട്ടണോ ഗുണിക്കണോ? കൂട്ടണം അല്ലേ? ഞാൻ എന്തിനാ ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലും മനസ്സിലാക്കാതെ പഠിച്ചിട്ട് ഈ 2 × 16 എഴുതി വെക്കുന്നത് പാവങ്ങൾ മനസ്സിലാവാണ്ടാണ്. തെറ്റ് പറയാൻ പറ്റില്ല. ഇത്രയും സിമ്പിൾ ആണ്. ലഡു ഉണ്ട്, ജിലേബി ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജന്റെ മാസിന്റെ കൂടെ ഓക്സിജന്റെ മാസ് കൂട്ടുക, പരിപാടി കഴിഞ്ഞു. 18 ഗ്രാം. ഇതെന്ത് മാസാണ്? ആറ്റോമിക മാസാണോ മോളിക്കുലാർ മാസാണോ? ഇത് മോളിക്യൂൾ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് തന്മാത്രയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയംകാർ തന്മാത്രയുടെ ഇംഗ്ലീഷ് മോളിക്യൂൾ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. മോളല്ല, മോള് വേറെ. മോള് എന്നുള്ളത് വേറെ, നമ്മൾ നേരത്തെ പറഞ്ഞ അളവ്. ഇത് മോളിക്യൂൾ, തന്മാത്ര. മോളിക്യൂളും മോളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോ തന്മാത്രയുടെ ഇംഗ്ലീഷ് എന്താണ്? മോളിക്യൂൾ. അപ്പൊ ഇതിന്റെ മാസ് എന്താണ്? ഇതിന്റെ മാസ് മോളിക്കുലാർ മാസ് ആണോ ആറ്റോമിക് മാസ് ആണോ? മോളിക്കുലാർ മാസ്. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് മറ്റൊരു സംശയം വരുന്നത്, ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല കാര്യം, പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായാൽ മാത്രം പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കരുത്. ഈ ഭാഗം ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് സംശയവുമായി വരരുത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇരിപ്പിന് ഇങ്ങനെ ഇരുന്ന് കേൾക്കാം, ഒരു നോട്ട് എഴുതണ്ട. രണ്ടാമത്തെ പ്രാവശ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നോട്ട്സ് എടുക്കുക, ആവശ്യമുള്ള പോയിന്റ്സ് എഴുതിയെടുക്കുക. എന്നിട്ട് അത് വെച്ച് പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ടേബിളും ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ മോൾ എന്നുള്ള കോൺസെപ്റ്റ് എടുത്ത് കുറച്ചധികം കഴിഞ്ഞിട്ടാണ് ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ്, GM എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊന്നും പഠിക്കേണ്ട തൽക്കാലത്തേക്ക്. ഗ്രാം ആറ്റോമിക് മാസും ഗ്രാം മോളിക്കുലാർ മാസും പഠിക്കേണ്ട തൽക്കാലത്തേക്ക്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു അളവാണ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ,
അത് ആറ്റത്തിനെ പറ്റി പറയാം, മോളിക്യൂളിനെ പറ്റി പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഒരു മോൾ എന്ന് വെച്ചാൽ എത്രയാണ് എന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, ഒരു മോൾ എന്ന് വെച്ചാൽ എത്രയാണ് എന്ന് നിങ്ങൾ അറിയണം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മോൾ O2 മാസ് എന്താണ് പറയും? 16 × 2 32 ഗ്രാം ആണെന്ന് പറഞ്ഞു, ശരിയല്ലേ? അതായത് നിങ്ങൾ കടയിൽ പോവാണെന്ന് ചോദിക്കുക, ഒരു O2 വാങ്ങണം. ഒരു ഓക്ക് എന്താ വില? 16 രൂപ. O2 എന്താ വില? 32 രൂപ. ക്ലിയർ ആണോ? നിങ്ങളുടെ വീട്ടിൽ എന്തോ പായസം വെക്കാനുണ്ട്, കുറെ O2 വേണം. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തന്നത് 64 രൂപയാണ്. 64 രൂപ O2 കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 2 5 സ്റ്റാർ ആണെന്ന് വിചാരിക്കാം. ഒരു 5 സ്റ്റാറിന് 16 രൂപ. അങ്ങനെ 2 5 സ്റ്റാർ കൊണ്ട് കൂട്ടി വെച്ചിട്ടുള്ള ഒരു പാക്കറ്റ് ആണ്. അപ്പൊ 2 5 സ്റ്റാർ എത്രയായി? 32 രൂപ. ക്ലിയർ ആണോ? നിങ്ങളുടെ 32 രൂപയ്ക്ക് എന്ത് കിട്ടും? 2 5 സ്റ്റാർ കിട്ടും. അപ്പൊ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തന്നത് എത്രയാണ്? 64 രൂപയാണ്. 64 രൂപയ്ക്ക് എത്ര പാക്കറ്റ് കിട്ടും? അങ്ങനത്തെ ഒരു പാക്കറ്റിന് 32 രൂപ. അപ്പൊ 64 രൂപയ്ക്ക് എത്ര കിട്ടും? 2 എണ്ണം കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി മനസ്സിലായിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ O2 ഭാരം എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. ഓടെ ഭാരം 16, O 16. അതിനെപ്പറ്റി അല്ല പറയുന്നത്. O2 ഭാരം 32 ഗ്രാം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, 32 ഗ്രാം. ഓക്കെ. ഇനി 64 ഗ്രാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നു 64 ഗ്രാം ഓക്സിജൻ തന്നു. അപ്പൊ ഒരു O2 ആണോ തന്നത്? അല്ല. ഒരു O2 ആണെങ്കിൽ അതിന്റെ ഭാരം എത്രയാണ്? 32 ഗ്രാമാണ്. അപ്പൊ അതിനേക്കാളും കൂടുതൽ തന്നില്ലേ? മനസ്സിലായോ? പ്രാവശ്യം കൊണ്ട് പറയാം. 64 ഗ്രാം ഓക്സിജൻ നിങ്ങളെടുത്ത് തന്നേ. 64 ഗ്രാം ഓക്സിജൻ തന്നു. ഒരു O2 മാസം എന്താ? ഒരു ഓന്റെ മാസം 16, ഒരു O2 മാസം 32 ഗ്രാം. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു O2 ആണോ? അല്ല, അതിലും കൂടുതലാണ്. എത്ര എണ്ണം തന്നു എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 64, ഒരു O2 മാസം 32. അപ്പൊ അത് വെട്ടിപ്പോയാൽ 2 എന്ന് കിട്ടും, ശരിയല്ലേ? സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. 1 കിലോഗ്രാം അരിയുടെ വില 40 രൂപയാണ്. നിങ്ങൾക്ക് 80 രൂപയ്ക്കുള്ള അരി തന്നു, അല്ലെങ്കിൽ 80 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നു. അപ്പൊ എത്ര കിലോഗ്രാം അരി വാങ്ങാൻ പറ്റും? 80 രൂപ തന്നു. 1 കിലോഗ്രാം അരിയുടെ വില 40 രൂപ. അപ്പൊ എത്ര കിട്ടും? 2 kg കിട്ടും, ശരിയല്ലേ? അതേപോലെ 64 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഓക്സിജൻ ഉണ്ട്? ഒരെണ്ണത്തിൻ്റെത് 32 ഗ്രാം. അപ്പൊ ഇത് എത്രയായിരിക്കും? 2 ഓക്സിജൻ. 2 ഓക്സിജൻ ആണോ? 2 മോൾ ഓക്സിജൻ ആണോ? 2 മോൾ ഓക്സിജൻ. ക്ലിയർ ആണോ പറയുന്നത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചോ. ഇപ്പൊ നമ്മൾ ഈ മോൾ എന്ന് പറയുന്നില്ലേ, ഒരു മോൾ എന്ന് പറയുന്നു. ഒരു മോൾ എന്ന് വെച്ചാൽ എത്രയാണ്? അതൊരു അളവാണല്ലോ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 12 എണ്ണം. അതൊരു അളവാണല്ലോ. ഓക്കെ, ഡെക്ക് എന്ന് പറഞ്ഞാൽ 10 എണ്ണം എന്ന് പറയും. അതൊരു അളവാണല്ലോ. അതേപോലെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു അളവാണ്. നമ്മൾ മുമ്പേ പറഞ്ഞത് ആലോചിക്കുക. ഒരു 16 ഗ്രാം ഭാരമുള്ള ഓക്സിജൻ, ഒരു ആറ്റത്തിന് 16 ഗ്രാം ഭാരം ഉണ്ടാവോ? ഒരിക്കലുമില്ല. കുറെ എണ്ണത്തിനെയാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുക, അല്ലേ? ഒരു മോൾ ആറ്റത്തിനാണ് 16 ഗ്രാം എന്ന് പറഞ്ഞു. ഒരു മോൾ എന്ന് വെച്ചാൽ എത്രയാ? ഒരെണ്ണാണോ? അല്ല, കുറെ എണ്ണമാണ്. പറഞ്ഞേ, എത്ര എണ്ണാണ്? ഒരെണ്ണാണോ? അല്ല. എത്ര എണ്ണം ഉണ്ടാവും? ഇപ്പോ 10 എണ്ണം. അല്ല, ഒരുപാട് എണ്ണം. കുറെ എണ്ണം എന്ന് പറഞ്ഞേ, കുറെ എണ്ണം. ആ കുറെ എണ്ണം എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഉണ്ടാവുമല്ലോ. ആ ഫിക്സഡ് നമ്പർ ഞാൻ എഴുതി തരട്ടെ. 6.022 × 10⁻23. ഇത് എത്ര വലിയ നമ്പറാന്ന് നിങ്ങൾക്ക് അറിയാവോ? 10⁻1 എന്ന് പറഞ്ഞാൽ 10, 10⁻2 എന്ന് പറഞ്ഞാൽ 100, 10⁻3 എന്ന് പറഞ്ഞാൽ 1000, 10⁻7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടി, 10⁻10 എന്ന് പറഞ്ഞാൽ 1000 കോടി. ഇപ്പൊ 10⁻23 എന്ന് പറഞ്ഞാലോ, കോടാനുകോടി ആറ്റങ്ങൾ കൂടിച്ചേർന്നതാണ് ഒരു മോൾ എന്ന് പറയുന്നത്. ആ ഒരു മോളിന്റെ മാസ് ആണ്. ഓക്സിജൻ ആണെങ്കിൽ 16 ഗ്രാം, ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഗ്രാമേ ഉള്ളൂ, സൾഫർ ആണെങ്കിൽ 32 ഗ്രാം, കാർബൺ ആണെങ്കിൽ 12 ഗ്രാം. ഒരു മോൾ ആറ്റത്തിന്റെ മാസ്. ക്ലിയർ ആണോ? അപ്പൊ ഒരു മോൾ ആറ്റം, അല്ലെ, ഒരു മോൾ ആറ്റം ആയിക്കോട്ടെ, ഒരു മോൾ എന്തും ആയിക്കോട്ടെ, ഒരു മോൾ എന്ന് വെച്ചാൽ എത്രയാണ്?
ഇത്രയും ക്ലിയർ ആണോ പറയുന്നത്? ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, പഠിച്ചാൽ മതി. ഇനി ഇത് വെച്ചുള്ള കണക്കുകളൊക്കെ നമുക്ക് ഇനി എടുക്കാൻ പറ്റും. ഒരു പോയിന്റ് പറഞ്ഞു കേട്ടെ, ഒരു മോൾ എന്ന് വെച്ചാലേ അത് തന്നെയാണ് അതിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരു മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഗ്രാം ആറ്റോമിക് മാസിന് തുല്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലല്ലോ. ഒരു GAM എന്നൊക്കെ തന്നിട്ടില്ലേ? ഒരു GAM തന്നോളൂ, നിങ്ങൾ എങ്ങനെ വായിക്കുക? ഒരു മോൾ എന്ന് വായിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ പറയുന്നത് മോളിക്യൂളിനെ പറ്റിയാണെങ്കിലോ, മോളിക്യൂൾ അഥവാ തന്മാത്രയെ പറ്റിയാണെങ്കിലോ, തന്മാത്രയെ പറ്റിയാണ് പറയുന്നെങ്കിലോ, ഒരു മോൾ എന്ന് വെച്ചാൽ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. തൽക്കാലം മനസ്സിലായാലും കോപ്പിലെ കാണാൻ പഠിക്കുക. ഗ്രാം ആറ്റോമിക് മാസ് എന്നോ GAM എന്നോ GMM എന്നോ വരുന്ന സാധനം നിങ്ങൾ പഠിക്കണ്ട തൽക്കാലം. പിന്നെ ഞാൻ പഠിപ്പിച്ചാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം പഠിക്കണ്ട. ഇനി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ മതി, GAM എന്ന് കാണുന്നിടത്തും GMM എന്ന് കാണുന്നിടത്തും അതൊരു മോളാണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? അപ്പൊ 2 GAM എന്നോ 2 GMM എന്നോ തന്നാൽ നിങ്ങൾ എന്ത് വായിക്കും? 2 മോളെന്ന് വായിക്കാം. ഇനി നിങ്ങൾ വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഒരാൾക്കും സംശയം വരാതെ വളരെ എളുപ്പത്തിൽ കിട്ടും. ക്ലിയർ ആണോ പറയുന്നത്? ഇനി ഇത് വെച്ചുകൊണ്ടുള്ള കുറച്ച് കണക്കുകളിലേക്ക് കിടക്കാം. ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കുകൾ തരുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്ക്. കാർബൺ 36 ഗ്രാം കാർബൺ തന്നു. എടാ നിങ്ങളെടുത്തിട്ട് ഒരു ആള് നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കണം, എന്റെ കയ്യിലേക്ക് 36 ഗ്രാം കാർബൺ തന്നു. അതിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് എണ്ണി പറയണം നിങ്ങൾ. ആദ്യം നിങ്ങൾ എന്താ കണ്ടുപിടിക്കണ്ടേ? 36 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വരേണ്ട എനിക്കറിയാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എപ്പോൾ ബുദ്ധിമുട്ട്, നമ്മൾ കടയിൽ പോണ കാര്യം ആലോചിക്കാം. കടയിൽ പോയിട്ട് പറയാണ് നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് 36 രൂപയ്ക്ക് ചോക്ലേറ്റ് മേടിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കാർബൺ എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ്. കാർബൺ എന്ന് പറഞ്ഞ ചോക്ലേറ്റിന്റെ രൂപ, പ്രൈസ്, മണി വാല്യൂ, ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? ഈ തന്നിരിക്കുന്ന മാസം 36 രൂപ തരാം, ചില സമയത്ത് 100 രൂപ തരാം, എന്ത് വേണം തരാലോ. പക്ഷെ കാർബൺ എന്ന് പറഞ്ഞ ചോക്ലേറ്റിന് ഒരു വില ഉണ്ടല്ലോ. എത്രയാണ് ആ വില എന്ന് പറയുന്നത്? 12 അല്ലേ? 12 രൂപയാണ്. നിങ്ങൾ രൂപ എന്താണ്? മോളിക്യൂൾ, അതിന്റെ ആറ്റോമിക് മാസ്, മോളിക്കുലർ മാസ് അല്ല, ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും. കാർബണിന്റെ 12 ഗ്രാം ആണ്. പറയുന്നത് മനസ്സിലാവുണ്ടോ? ഒരു മോൾ കാർബണ് 12 ഗ്രാം ആണ് ഭാരം. 36 ഗ്രാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇത് ചോക്ലേറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 36 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടേ കാർബണിന്റെ ചോക്ലേറ്റ് മേടിച്ചോളാൻ പറഞ്ഞു. കാർബണിന്റെ ചോക്ലേറ്റിന് 12 രൂപയാണ് വില. അപ്പൊ എത്ര ചോക്ലേറ്റ് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക്? 36/12 3 ചോക്ലേറ്റ് മേടിക്കാൻ കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 36 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ടെങ്കിൽ എത്ര കാർബൺ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം = 36/12. ഇത്രയല്ലേ ഉള്ളൂ. ഇതിൽ 36 എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ GAM ആണ്. അല്ലെങ്കിൽ പോട്ടെ, GAM വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ആറ്റോമിക് മാസ് ആണ്. ക്ഷമിക്കുക, എന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 36 ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. 36 എന്താണ്? തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ്. മനസ്സിലാവുന്നുണ്ടോ? 36 ഗ്രാം നിങ്ങൾക്ക് തന്നു, 12 ഗ്രാം ആണ് അതിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഉണ്ടാവും അവിടെ? അതായത് ഒരെണ്ണത്തിന്റെ ആറ്റോമിക് മാസ് 12 ഗ്രാം, 36 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ഉണ്ടാവും? 36/12 3 മോളെന്ന് കിട്ടി. ശരിയല്ലേ? ഉത്തരം കിട്ടിയില്ലേ? 3 മോളെന്ന് ഉത്തരം കിട്ടിയില്ലേ? ഇതൊക്കെ പോട്ടെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3 മോളാണ്. 36 ഗ്രാമിൽ 3 മോൾ കാർബൺ ആറ്റംസ് ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ഇനി സിമ്പിൾ ആയിട്ട് കണക്കുകൾ എങ്ങനെയാണോ ഒക്കെ വിട്ടുകളി. ഒരു കാർബണിന്റെ മാസ് 12 ഗ്രാം, 36 ഗ്രാം തന്നിരിക്കുന്നു. അപ്പൊ എത്ര ഉണ്ടാവും? 36/12 3 മോൾ കാർബൺ ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി. ചോദ്യം എന്തായിരുന്നു ആലോചിക്കും? എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, എത്ര എണ്ണം എന്ന് പറയണം.
ഒരു മോൾ എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം. ഒരു മോൾ എന്ന് വെച്ചാൽ എത്രയാണ്? 6.022 into 10⁻23 ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 3 മോൾ ആണെങ്കിൽ എത്ര ഉണ്ടാവും? 3 into 6.022 into 10⁻23 ആറ്റംസ്. കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ബുദ്ധി ആലോചിക്കേണ്ടതാണ്, ഒരുപാട് ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇത്രയും മാത്രം പഠിക്കുക സിമ്പിളായിട്ട്. ഓക്കെ, കഴിഞ്ഞ കൊല്ലം വരെ വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്രാവശ്യം അതിൻ്റെ പോർഷൻസ് വളരെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗ്യം. ഈ ഒറ്റ കോൺസെപ്റ്റ് മാത്രം മനസ്സിലായാൽ മതി നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. പുറത്ത് ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ മഴയുണ്ട്, ചിലപ്പോൾ പുറത്ത് അതിൻ്റെയൊക്കെ സൗണ്ട് വന്നേക്കാം, ക്ഷമിക്കുക. നമ്മൾ ഏതൊരു സാഹചര്യത്തിലും അതിനോട് പടപൊരുതി വിജയിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് നമുക്ക് സൗണ്ട് കുറയ്ക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളത് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. സഹകരിച്ചതിന് വളരെ നന്ദി. നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായിരുന്നത് മാത്രം നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ക്ലാസ് കൂടി ഉണ്ടാവും ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീൽ ചെയ്യുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ ഇത് പഠിച്ചിട്ടുണ്ടാവണം. താങ്ക് യു.